ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ശ്യാമയുടെ പുതിയ ഭാഗത്തേക്ക് സ്വാഗതം. അങ്ങനെ രാധിക അവിടെ പൂജ ചെയ്യാൻ തുടങ്ങുമ്പോ ഒരാൾ വന്നിട്ട് പറയും, ഇവൾ അനാഥയാണ്, അച്ഛനും അമ്മയും ഇല്ലാത്തവൾ. ഇത് കേൾക്കുമ്പോ രാധിക്ക് ഭയങ്കര സങ്കടവും. ഇപ്പൊ പൂജ ചെയ്യുന്ന തിരുമേനി പറയും, തിരുമേനി, ദേവനാരായണൻ തിരുമേനിയോട് അങ്ങേക്കുള്ള വിരോധം പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ പേരില് അസഭ്യം വിളിച്ചു പറയരുത്. അപ്പോ മറ്റേയാള് പറയും, എനിക്കതിന്റെ ആവശ്യമില്ല. 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ദേവനാരായണനും കൂടി അത്താണി ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവനാരായണന് ഇവളെ കിട്ടിയത്. അതും ഒരു ദീപാവലി ദിവസം. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിലൂടെ പരസ്പരം നോക്കുകയാണ്. രാധികയ്ക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട്. അങ്ങനെ ഈ തിരുമേനി അന്നത്തെ സംഭവങ്ങൾ ഓർത്തു പറയാ. ദേവനാരായണൻ തിരുമേനി ക്ഷേത്രത്തില് പൂജയ്ക്ക് മുമ്പ് കുളത്തില് പോയി പ്രാർത്ഥിച്ച് കയറി വരുമ്പോഴായിരിക്കും ഒരു കൊട്ടയിൽ ഒരു കുഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നത് കേൾക്കുന്നത്. ചുറ്റും നോക്കുമ്പോ ആരെയും കാണുന്നില്ല. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് എടുക്കാൻ പോകുമ്പോഴേക്കും ഇപ്പോ അവിടെ വന്ന് സംസാരിക്കുന്ന ആ തിരുമേനി അങ്ങോട്ട് വരും. തൊടണ്ട, അശുദ്ധാവും എന്ന് പറയുന്നുണ്ടെങ്കിലും ദേവനാരായണൻ തിരുമേനി ആ കുഞ്ഞിനെ എടുക്കാണ്. ഈ പിഞ്ചു കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ചു പോയത്. കുലവും ഗോത്രവും ജാതി അറിയാത്ത കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് ഒരു പാപാണ്. നാളെ അനർത്ഥങ്ങൾ ഒരുപാടുണ്ടായേക്കാം. അപ്പൊ ദേവനാരായണൻ പറയും, ഇല്ല തിരുമേനി, ദാ ഈ കുഞ്ഞിന്റെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടോ, കൃഷ്ണന്റെ രൂപാണ്. അത് ഭഗവാന്റെ സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എനിക്ക് ഈ കുഞ്ഞിനെ ഒരുപക്ഷെ എനിക്ക് ഭഗവാൻ തന്നതാണെങ്കിലോ? ആ തിരുമേനി പറയും, വിധി ഇരന്ന് വാങ്ങിക്കുകയാണെന്ന് ഞാൻ പറയൂ. ദേവനാരായണൻ പറയും, അല്ല, ഈ കുഞ്ഞിനെ എന്റെ കുഞ്ഞാ എന്ന് പറഞ്ഞ് മോളെ കയ്യിലെടുത്ത് നെറ്റിയിൽ ഉമ്മ കൊടുക്കണേ. ഇതൊന്നും മറ്റു തിരുമേനിക്ക് അപ്പോഴേ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അന്നത്തെ കാര്യങ്ങൾ പറയാ. അന്ന് ഞാൻ വിലക്കിയിട്ടും നെഞ്ചോട് ചേർത്ത് സ്വന്തം മകളാണെന്ന് പറഞ്ഞ ആ കുഞ്ഞാണ് ഈ രാധിക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ രാധികയ്ക്ക് വലിയ സങ്കടാവുക. അങ്ങനെ ഈ സംഭവം നടക്കുമ്പോഴായിരിക്കും ദേവനാരായണനും ഭാര്യയും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇയാൾ പറയും, ഞാൻ പറയുന്നത് അസത്യമാണെങ്കിൽ ദാ നിൽക്കുന്നു നിങ്ങളുടെ ദേവനാരായണൻ നമ്പൂതിരി, അങ്ങ് ചോദിച്ചു നോക്ക്. അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരുന്ന തിരുമേനി വയ്ക്കും, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? രാധിക അങ്ങയുടെ മകളല്ലെന്ന് വരെ പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹം. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പൊ വേറൊരു തിരുമേനി, അതായത് പ്രസിഡന്റ് വന്നിട്ട് പറയും, അങ്ങേര് പറഞ്ഞതൊന്നും ഞങ്ങൾ കാര്യാക്കിയിട്ടില്ല. ഭഗവാന്റെ തിരുനടയിൽ നിന്ന് അങ്ങ് കള്ളം പറയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ നിൽക്കുന്ന രാധിക അങ്ങയ്ക്കും യശോദയ്ക്കും ജനിച്ച കുട്ടിയല്ലേ? ഞങ്ങളെല്ലാവരും അങ്ങയുടെ മറുപടിക്കാണ് കാത്തു നിൽക്കുന്നത്. അങ്ങനെ എല്ലാരും ചോദിക്കുമ്പോ യശോദാമ്മയും വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. ദേവനാരായണൻ പറയും, അല്ല, രാധിക ഞെട്ടിപ്പോവാ. അത് കേൾക്കുമ്പോ മറ്റേ തിരുമേനിക്ക് സന്തോഷാവും. രാധിക എനിക്കും യശോദയ്ക്കും ജനിച്ച മകളല്ല. ഗംഗാധരൻ പറഞ്ഞത് സത്യമാണ്. ഇത് കേൾക്കുന്ന നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങാ. ഹോ, അപ്പൊ ഇത്രയും നാള് അച്ഛനും മകളും കൂടെ എല്ലാരെയും പറ്റിക്കായിരുന്നല്ലേ? കുലവും ഗോത്രവും അറിയാത്ത കുട്ടിയാണോ ഇത്രയും കാലം ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഈ നിമിഷം പിടിച്ചു കെട്ടി ശിക്ഷിക്കണം രണ്ടെണ്ണത്തിനെയും. പ്രസിഡന്റ്, ഇനി തിരുമേനി പൂജ ചെയ്യണോ വേണ്ടെന്നുള്ളത് ആലോചിച്ചിട്ട് മതി. ഇതൊക്കെ കേൾക്കുമ്പോ ദേവനാരായണൻ തിരുമേനിക്കും വിഷമാവുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശി ദേഷ്യത്തോടു കൂടി രാധികയുടെ അടുത്തേക്ക് ചെല്ല. എന്നിട്ട് എല്ലാവരുടെയും മുന്നില് ആ നടയുടെ മുമ്പിൽ വെച്ച് തന്നെ രാധികയെ അടിക്കാണ്. കുടുംബം മുടിപ്പിച്ചപ്പോ സമാധാനമല്ലോ നിനക്ക്? വാടി ഇങ്ങോട്ട്. മുത്തശ്ശി, ഞാൻ പറയട്ടെ, മിണ്ടി പോവരുത്, വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് മുറ്റത്തേക്ക് വലിച്ചെറിയാം. പോടി ഇവിടുന്ന്. മുത്തശ്ശി എന്ന് രാധിക കരഞ്ഞു വിളിക്കുമ്പോ പുച്ഛത്തിലും മുഖം കാണിച്ചിട്ട് മുത്തശ്ശി അകത്തേക്ക് തന്നെ കയറി പോവാ. യശോദാമ്മ അമ്മേന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും മിണ്ടി പോവരുത്. പ്രസിഡന്റ് പറയും, ദേവനാരായണൻ തിരുമേനി ക്ഷേത്ര വിശ്വാസങ്ങളോട് കാണിച്ചത് ചതിയാണ്. ഇനി പൂജ തുടരണോ വേണ്ടോ എന്നുള്ളത് പ്രശ്നവെപ്പലിന് ശേഷം മതി. ഇതാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സങ്കടാവും. രാധികയ്ക്കും, ഭഗവാനെ, അറിഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് കയറിയതല്ലല്ലോ, ഒഴിഞ്ഞു മാറിയതല്ലേ പലവട്ടം. എന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ? എല്ലാവരുടെയും മുന്നിൽ എന്തിനാ എന്നെ ഇങ്ങനെ വിലക്കിയത്? എന്റെ അച്ഛനാരാ? ഞാൻ പിറന്നപ്പോ തന്നെ എന്നെ വേണ്ടെന്ന് വെച്ച അമ്മയാരാ? എന്നൊക്കെ ഇങ്ങനെ ഭഗവാനോട് ചോദിക്കണേ. ഇതേസമയം ശ്യാമ അഖിൽ സാറിന്റെ ഫോട്ടോയില് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. അഖിൽ സാർ, ഓരോ വർഷവും ഈ തിരി വെക്കുമ്പോ ഞാൻ ഒന്നേ പറയാറുള്ളൂ, അടുത്ത കൊല്ലം എന്റെ കൂടെ നമ്മുടെ മോളുണ്ടാവുന്ന്. എന്നാൽ ഇത്തവണയും എന്നെ കൊണ്ട് അത് സാധിച്ചില്ല. നമ്മുടെ മോളെ കൊതുതീരെ ഒന്നും കണ്ടില്ല, ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ ഫോട്ടോയുടെ മുന്നിൽ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോ അശ്വതി ശ്യാമയെന്ന് വിളിച്ച് അറ്റത്തേക്ക് വരിക. ശ്യാമയുടെ വിജയത്തിന്റെ കഥകൾ ഒരുപാട് എഴുതി പിടിപ്പിക്കുന്നുണ്ട് ആളുകൾ. പക്ഷേ എന്നോളം തോറ്റൊരാള് ഈ ഭൂമിയിലുണ്ടോ അശ്വതി ചേച്ചി? അശ്വതി പറയും, ശ്യാമയെ, പ്രതീക്ഷ കൈവിടരുത്. എത്ര വൈകിയാലും ശ്യാമയുടെ കുഞ്ഞ് ശ്യാമയുടെ അടുത്ത് തന്നെ വരും. അതുവരെ നിനക്ക് കൂട്ടിന് നീ വിശ്വസിക്കുന്ന നിന്റെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ശ്യാമ, എന്റെ കൃഷ്ണ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. പിന്നീട് കാണിക്കുന്നത് പുതിയ കുറച്ച് കഥാപാത്രങ്ങളെയാണ്. അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിടാൻ പറഞ്ഞ ഒരു വീടില്ലേ, അങ്ങോട്ടാ വന്നിരിക്കുന്നത്. ഏട്ടനെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞ് ചതിക്കുന്ന ഒരാള് അയാളുടെ വീട്ടിലേക്ക്. അങ്ങനെ ചേട്ടൻ വന്നിട്ട് പറയും, അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവ്. ഓർമ്മയുണ്ടോ തനിക്ക്? എന്റെ കൈ പിടിച്ച് താൻ നവവധുവായിട്ട് കയറി വന്നത് ഈ വീട്ടിലേക്കാ.
എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയുണ്ട്. അന്ന് കയറിപ്പോയ ഞാൻ 10 ദിവസത്തോളം എടുത്തു ഈ വീടൊന്നും മുഴുവൻ കാണാൻ. അതെങ്ങനെയാ, മണവാട്ടിയുടെ നാണം മാറിയാലല്ലേ എല്ലാം ഒന്ന് നേരെ കാണാൻ പറ്റൂ. അങ്ങനെ ഇവര് സംസാരിച്ചു നിൽക്കുമ്പോ മറ്റൊരു കാറില് വേറൊരാളും കൂടെ വരികയാണ്. ഒന്നും പറയാതെ അങ്ങ് വരുമ്പോ ഈ അമ്മ ചോദിക്കും, മോളെ സൂര്യ എവിടെ? കാറിലുണ്ട്, അല്ലാണ്ട് എവിടെ പോവാനാ? ബിജു എന്ന് ഡ്രൈവറെ വിളിക്കുമ്പോ ഡ്രൈവർ ഒരു വീൽ ചെയർ എടുത്ത് പുറത്ത് വെക്കാണ്. അപ്പോഴായിരിക്കും കള്ളക്കണക്ക് എഴുതുന്ന മറ്റേയാളുടെ മകൻ അങ്ങോട്ട് വരുന്നത്. അവനെ കാണുമ്പോ തന്നെ ഈ പെൺകുട്ടിക്ക് ഒരു ഇളക്കമുണ്ട്. വലിച്ച എന്ന് വിളിച്ചോടി വന്ന് കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്ക. യാത്രയൊക്കെ സുഖമായിരുന്നോ? അതെ, എന്തെങ്കിലും സംസാരിക്ക. അങ്ങനെ ഈ ചെക്കനും ആ പെൺകുട്ടീനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവര് തമ്മില് ഒരു അവിഹിതം ഉള്ളതുപോലെ ഇങ്ങനെ നോക്കിച്ചിരിക്കണേ. അപ്പോഴേക്കും നമ്മുടെ ഉർവശി അവിടെ ആരതിയൊക്കെ റെഡിയാക്കി വരുന്നുണ്ട്. അങ്ങനെ ശേഷം ഈ ചെക്കൻ സൂര്യേട്ടാ എന്ന് വിളിച്ചിട്ട് കാറിലുള്ള ആളുടെ അടുത്തേക്ക് ചെല്ലുക. ഒരു കുഞ്ഞിനെ പോലെ ഇങ്ങനെ കൈ നീട്ടാണ് എടുക്കാനായി. അങ്ങനെ എടുത്ത് ആ വീൽ ചെയറിലേക്ക് വെക്കുക. അപ്പോഴും ഇവരുടെ മകള് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുന്നത്. അങ്ങനെ അമ്മ പോയി കാലൊക്കെ വീൽ ചെയറിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. ശേഷം അകത്തേക്ക് കൊണ്ടുപോവാണ് ഇവരെ. ഉർവശി വന്ന വേഗം ആരതി ഒഴിയ. എന്തിനാടാ ഇങ്ങനെ ഒരു ചടങ്ങ്? അപ്പൊ അവള് പറയും, ഏട്ടൻ ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വരല്ലേ, അതിന്റെ ഒരു സന്തോഷം. ശേഷം സൂര്യയുടെ അടുത്തേക്കും ആരതി കൊണ്ടുപോവാ. പിന്നീട് അവരുടെ മകളുടെ അടുത്തേക്കും. എന്നാ അവരപ്പോഴും ഒരു മൈൻഡില്ലാണ്ട് നിൽക്കണേ, താല്പര്യമില്ലാത്ത പോലെ. ഇത് ഉർവശിക്ക് ഇഷ്ടായിട്ടില്ല. ദേഷ്യത്തിൽ മുഖം തിരിച്ചു പോവാ. അങ്ങനെ വന്നവരേക്കും അമ്മ എവിടെ? അപ്പോഴേക്കും മക്കളെ എന്ന് വിളിച്ച അമ്മ വരിക. എവിടെ വരുൺ? അവനിതുവരെ വന്നില്ലേ? അവൻ വരാൻ കുറച്ച് വൈകും അമ്മേ. അമ്മ പറയും, കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒത്തുചേരില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, വാ മക്കളെ എന്ന് പറഞ്ഞ എല്ലാവരും അകത്തേക്ക് കൊണ്ടുപോവാം. ഇതേ സമയം ഡ്രൈവർ പറയും, നമുക്കിത് ആ വഴി പോവാം എന്ന് പറഞ്ഞ് വീൽ ചെയറുന്തി അകത്തേക്ക് കൊണ്ടുപോവാണ്. മറ്റവര് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അങ്ങനെ സൂര്യ പറയും, വരുൺ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഈ സമയം വരുൺ സ്വന്തം ജീപ്പിൽ ഇങ്ങനെ വരുന്നത് കാണിക്കുന്നുണ്ട്, എത്തിയിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് സൂര്യ ഇങ്ങനെ അകത്തിരിക്കുക. ഭാര്യ കൽപ്പനയാണ് പേര്. ആളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കണേ. സൂര്യക്കും കുറെ നേരമായല്ലോ കൽപ്പന ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. കൽപ്പന പറയും, എന്തായാലും നിങ്ങളെ കാണിക്കാനല്ല, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. സൂര്യ പറയും, തന്റെ പരിഹാസം എനിക്ക് പതിവാണ്. പക്ഷെ കുറെ കാലത്തിന് ശേഷം ഇന്ന് വരുൺ വരികയാണേ, ദയവ് ചെയ്ത് അവന്റെ മുന്നിൽ വെച്ച്. കൽപ്പന അങ്ങനെ പുച്ഛത്തിൽ ചിരിച്ചിട്ട് പറയും, അനിയം വരുമ്പോ ഞാൻ പറയാം ഞാൻ ഏട്ടന്റെ സംതൃപ്തിയായ ഭാര്യയാണെന്ന്. അത് മതിയോ? എത്ര നാളായെന്നറിയോ ഞാൻ ഈ ഭാരം ചുമക്കാൻ തുടങ്ങിയിട്ട്? നമ്മുടെ വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം എന്നെ അത്ഭുതപ്പെടുത്താനായി കൊക്കയുടെ മുകളിലേക്ക് കയറിപ്പോയതാ നിങ്ങൾ. താഴെ വീണ് തിരിച്ചു കിട്ടിയത് പാതി ശവമായിട്ടാ. അന്ന് മുതൽ ഈ ശവവും തള്ളിക്കൊണ്ട് നടക്കണം ഞാൻ. കണിമംഗലം പരമേശ്വരന്റെ കൊട്ടാരത്തിലേക്ക് അതിഥിയായിട്ട് കയറി വന്നവളൊന്നുമല്ല ഞാൻ. തുല്യം നിൽക്കുന്ന കുടുംബത്തിൽ നിന്ന് കണ്ടെത്തി കൊണ്ടുവന്നതാ എന്നെ. എന്നിട്ടിപ്പോ ഇവിടെയുള്ളവർക്കാർക്കും കൽപ്പനയെ കണ്ടുപിടിക്കില്ല. കൽപ്പന അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, അതെല്ലാം എല്ലാരും കണ്ടെത്തി. പക്ഷെ ഞാനൊരു പെണ്ണാ, എനിക്ക് എന്റേതായ ആഗ്രഹങ്ങളുണ്ട്. അതൊന്നും ഒരുത്തനും ഇവിടെ കണ്ടിട്ടില്ല. ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്ത് കയറുമ്പോ എനിക്ക് സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് ചിലപ്പോ ഇതുപോലത്തെ ഭ്രാന്തായിരിക്കും എന്ന് പറഞ്ഞ് സൂര്യയെ വീൽ ചെയറോട് കൂടി ഇങ്ങനെ വട്ടം കറക്കുക. വേണ്ട, പറയുന്ന കേൾക്ക്, തല കറങ്ങുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരുപാട് സമയം കറക്കിയിട്ടാ നിർത്തുന്നത്. ഇത്രയുള്ളൂ കൽപ്പനയ്ക്ക് കിട്ടുന്ന ദാമ്പത്യം എന്നിങ്ങനെ ദേഷ്യത്തിൽ ഓരോന്ന് സംസാരിച്ച് സൂര്യയെ വേദനപ്പെടുത്തിയിട്ടാണ് കൽപ്പന അവിടുന്ന് പോകുന്നത്. അങ്ങനെ പുറത്തിറങ്ങുമ്പോഴായിരിക്കും മറ്റേ കള്ളക്കണക്ക് എഴുതുന്ന ചെക്കൻ അവിടെ നിൽക്കുന്നത്. രണ്ടുപേരും പരസ്പരം നോക്കും. എന്നിട്ട് ഇവൻ വന്ന് ഇവളുടെ ദേഹത്തൊന്നും മുട്ടും. സോറി. കൽപ്പന ഒന്നും പറയാണ്ടേ ദേഷ്യത്തിൽ തന്നെ ഇറങ്ങിപ്പോവാ. എന്നാ അവിടെ മാറി നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിന്റെ എൻട്രിയാണ്. മുമ്പിലും മറ്റൊരു കാറും കൂടെ ഉണ്ട്. അതില് കുറച്ച് യോയോ ബോയ്സ് ആണെന്ന് തോന്നണോ പറത്തി വിട്ടുന്നുണ്ട്. ഈ സമയം കുറച്ച് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോ അവരുടെ ദേഹത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന വെള്ളം മനഃപൂർവ്വം തെറിപ്പിക്കുക. കുട്ടികൾ ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇത് കണ്ട് തൊട്ടു പിറകിൽ വരുൺ വരുന്നത്. എന്തു പറ്റി മക്കളെ? കണ്ടു ചേട്ടാ, അവര് ഞങ്ങളുടെ ദേഹത്ത് അറിഞ്ഞുകൊണ്ട് ചളി തെറിപ്പിച്ചതാ, ഇനി എങ്ങനെ ട്യൂഷന് പോവും? വരുൺ പറയും, ആണോ? മക്കള് കയറിക്കോ, നമുക്കതാ ചേട്ടന്മാരോടൊന്ന് ചോദിക്കണ്ടേ എന്ന് പറഞ്ഞ് ഡോറൊക്കെ തുറന്നു കൊടുക്കുക. അങ്ങനെ കുട്ടികളെയും കൂട്ടി വരുൺ ആ വണ്ടിയുടെ പിന്നാലെ വിടാ. ശേഷം ആ വണ്ടിയെ ഇവരും പറത്തിവിട്ട് പിടിക്കാണ്. വരുൺ വന്ന് നിൽക്കുമ്പോ അവന്മാര് വയ്ക്കും, എന്താടാ പിള്ളേരെ കുട്ടി ഷോ കാണിക്കാൻ വന്നിരിക്കുക? വരുൺ ചോദിക്കും, പിള്ളേരുടെ മുന്നിലോ? ഇവരൊക്കെ പഠിക്കുന്ന പിള്ളേരാ, ഇവരെങ്ങനെ നനച്ചു കുളിപ്പിച്ചു വിട്ടത് ശരിയാണോ? പറ്റിക്കഴിഞ്ഞാല് ഒരു സോറി എങ്കിലും പറഞ്ഞൂടെ? അപ്പൊ അവന്മാരിങ്ങനെ കളിയാക്കി ചിരിക്കണേ. നമ്മളെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ വന്നിരിക്കുക സാറ്. എന്നാ പിന്നെ ഈ സാറിനോട് നമുക്കങ്ങ് സോറി പറഞ്ഞേക്കാം അല്ലേ? വരുൺ പറയും, എന്നോടല്ല, ഈ കുട്ടികളോട് സോറി പറയണം. അവന്മാര് പറയും, പിള്ളേരുടെ മുന്നിൽ വലിയേട്ടൻ കളിക്കാൻ വന്നാലേ കുറച്ച് ബുദ്ധിമുട്ടും. മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റിടാ, അല്ലെങ്കിൽ നിന്നെയും വണ്ടിയെയും ഇവിടെ ഇട്ട് കത്തിക്കും. വരുൺ ഇങ്ങനെ ചിരിക്കും. കുട്ടികളോട് പറയും, മക്കളെ ഈ ചേട്ടന്മാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുട്ടികളെ നേരെയാക്കാൻ നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താ എടുക്കാറുള്ളത്? കുട്ടികൾ പറയും, വടി. ആ അതെ, എന്നാ പിന്നെ നമുക്ക് അത് തന്നെ എടുക്കാം എന്ന് പറഞ്ഞ് അവിടെ ഉള്ളൊരു മരത്തുനിന്ന് വടിയെടുക്കുമ്പോഴേക്കും ഇവന്മാര് വരുണിനെ അടിക്കാൻ വരുന്നുണ്ടെങ്കിലും വരുണിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും കുട്ടികളെ അടിക്കുന്നതിനേക്കാളും സ്ട്രോങ്ങിൽ അടിക്കുകയാണ്.
ദേ ഞാൻ നിങ്ങളെ കത്തിക്കില്ല, വണ്ടിയും കത്തിക്കില്ല, ഈ വടിയൊടിയും വരെ നിങ്ങൾ തല്ലും, വേണോടാ? അപ്പൊ അവര് പേടിക്കും. വേണ്ട ഏട്ടാ, എന്നാ സോറി പറയടാ. ഇവരാകെ പേടിച്ചിട്ടുണ്ട് മക്കളെ, സോറി. അങ്ങനെ വരുൺ പറയും, ദേ നമുക്ക് കുറച്ച് ബലമൊക്കെ ഉണ്ടാവും, പക്ഷെ അതുപോലെ മര്യാദയും വേണം കേട്ടോ, ചെല്ലേ എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞ് അവന്മാരെ ഓടിക്കുക. അങ്ങനെ പേടിച്ച് അവന്മാര് വണ്ടിയെടുത്ത് പോവാ, കിട്ടേണ്ടത് കിട്ടിയപ്പോ. ശേഷം കുട്ടികളെ കൂടെ ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാരും ഹാപ്പി അല്ലേ? എന്നാ പിന്നെ നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് ഒരു സെൽഫി എടുക്കാണ്. പിന്നീട് കാണിക്കുന്നത് അവിടെ രാധികയുടെ വീട്ടിലാണ്. യശോദാമ്മയ്ക്കും എന്താ മോളെ നടന്നത്? പ്രിയോടല്ലേ അച്ഛൻ പൂജ ചെയ്യാൻ പറഞ്ഞത്, എന്നിട്ട് അവളെ ഇവിടെ പോയി? അത്രയും ആൾക്കാരുടെ മുന്നില് അച്ഛൻ നാണം കിട്ടു നിന്ന അവസ്ഥ കണ്ടില്ലേ നീ? അമ്മേ ഞാൻ എന്ന് പറഞ്ഞ് രാധിക കരയുമ്പോ അമ്മ പറയും, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, എന്നിട്ടും എന്തിനാ നീ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത്? ശത്രുതയുള്ളവർക്ക് ക്ഷേത്രനടയാണെന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, ജയിച്ചാ മതിയല്ലോ. നിന്റെ അച്ഛൻ തോറ്റുപോയി മോളെ, തോൽപ്പിച്ച് കളഞ്ഞല്ലോ പാവത്തിനെ എന്ന് പറഞ്ഞ് യശോദമ്മ അവിടുന്ന് പോവാണ്. രാധിക അപ്പോഴും സങ്കടത്തോടു കൂടി പൊട്ടിക്കരയാ. ഇതേ സമയം പ്രിയ അവിടെ ഓഡീഷന് പോയിരിക്കുകയാണല്ലോ. അങ്ങനെ ഓഡീഷനിലെ പ്രിയയെ സെലക്ട് ചെയ്യണേ. ശരത്തെ തന്റെ സെലക്ഷൻ കൊള്ളാം, ഞാനിത് ഫിക്സ് ചെയ്യണേ. പ്രിയങ്ക ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു ഓഡീഷൻ കൂടി ഉണ്ടാകും, കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയിട്ടുള്ള വേഷങ്ങൾ ധരിക്കേണ്ടി വരും. എനി പ്രോബ്ലം? ഇറ്റ്സ് ഓക്കെ സർ. അപ്പൊ അയാൾ പറയും, ഞാൻ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നറിയോ? തന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോ ഒരു അമ്പലവാസി പെണ്ണാണെന്ന് കണ്ടു, പിന്നെ ഷൂട്ടിംഗ് സെറ്റിൽ വന്നൊരു തടസ്സം പറഞ്ഞാ അത് പ്രശ്നമാവും. അല്ല, ഇത്തരം ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് തനിക്ക് എന്താ ഇങ്ങനെ ഒരു സ്വപ്നം? പ്രിയ പറയും, അമ്പലവാസികൾക്ക് സ്വപ്നം കണ്ടുകൂടാന്നില്ലല്ലോ സർ, ഞാൻ അവിടെ ജനിച്ചു പോയത് എന്റെ കുഴപ്പമല്ലല്ലോ. എന്റെ സ്വപ്നം എന്നുള്ളത് ഒരു ഫ്രീ ബേർഡാണ്, എങ്ങോട്ടും സ്വതന്ത്രമായി പറക്കാനുള്ളൊരു ചിറക് വേണം എനിക്ക്. ഉള്ളിൽ ഫയർ ഉണ്ടെങ്കിൽ തനിക്ക് സിനിമാ ലോകം കീഴടക്കാൻ പറ്റും. ഈ വാക്ക് മനസ്സിൽ വെച്ചോ, ഒരിക്കൽ താൻ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിരിക്കും. പ്രിയങ്കയ്ക്ക് ഭയങ്കര സന്തോഷാവും. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ അയാൾ അവിടുന്ന് പോവും. വാ, ഇനി നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? പ്രിയ പറയും, അതൊന്നും ശരിയാവില്ല. അതെന്താടോ? എനിക്ക് തന്നോട് കുറച്ചു സമയം സംസാരിക്കണ്ടേ? കുറച്ചു സമയം ഒന്ന് ഒന്നിച്ചിരിക്കണ്ടേ? അപ്പൊ പ്രിയ പറയും, പറയുന്ന കേൾക്ക് ശരത്തെ, വീട്ടിലെ അവസ്ഥ ഊഹിക്കാലോ, അവിടെ എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ, വേറൊരു ദിവസം മുഴുവൻ നിന്റെ കൂടെ ഇരിക്കാം. ഓക്കെ ബൈ എന്ന് പറഞ്ഞ് പ്രിയങ്ക കടന്ന് വേഗം പോവാ. ഇതേ സമയം അവിടെ പ്രിയങ്കയുടെ വീട്ടില് ആകെ പ്രശ്നമാണ്. അവിടെ കമ്മിറ്റിക്കാരൊക്കെ വന്ന് ദേവനാരായണനോട് ഇങ്ങനെ സംസാരിക്കണേ. തിരുമേനി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ്. തിരുമേനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ആരും തന്നെ കേൾക്കുന്നില്ല. രാധിക അകത്ത് നിന്ന് കരയാ. അങ്ങനെ കമ്മിറ്റിയില് കുറച്ച് ആൾക്കാർ പോയി കഴിഞ്ഞാല് പൂജ ചെയ്തുകൊണ്ടിരുന്ന തിരുമേനി വയ്ക്കും, ഇനിയിപ്പോ എന്താ ചെയ്യാ? ദേവനാരായണൻ പറയും, അറിയില്ല, എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ശരി എന്ന് പറഞ്ഞ അവരും പോവാ. ദേവനാരായണന് അകത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ രാധിക ഓടി വന്ന് കാലിൽ വീഴ, എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല, എല്ലാവരും കൂടെ നിർബന്ധിച്ചത് കൊണ്ടാ. ദേവനാരായണൻ പറയും, പ്രായത്തിൽ കൂടുതൽ പക്വത കാണിക്കുന്നവളാണ് നീയെന്ന് ഒരഹങ്കാരം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. നിന്നിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രിയങ്കയോട് ഞാൻ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം നീ ചെയ്യാൻ ശ്രമിച്ചു, അതിന്റെ ഫലം എത്ര ആഴത്തിലുള്ളതാണെന്ന് ബോധ്യായോ നിനക്ക് എന്നൊക്കെ പറയുമ്പോ ആ വാക്കുകൾ രാധികയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. സങ്കടത്തിൽ പാവം കരയാ. അച്ഛൻ പറയും, സ്നേഹിക്കാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, ആരെയും വെറുക്കാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു സമൂഹം മുഴുവനും ഇന്ന് എനിക്കെതിരാണ്. അവർക്ക് മുഴുവൻ ഇന്ന് ദേവനാരായണൻ തിരുമേനിയോട് വെറുപ്പാ. അതുകൊണ്ടും തീർന്നില്ല. ഈ കുടുംബം അന്നത്തിന് ആശ്രയിക്കുന്ന ഒരു തൊഴില്, ക്ഷേത്രത്തിലെ ശാന്തിപ്പണി, അതും കൂടെ വേണ്ടാന്ന് എല്ലാരും കൂടെ തീരുമാനിച്ചാൽ? രാധിക ഇത് കേൾക്കുമ്പോ ഞെട്ടിപ്പോവാ. മുത്തശ്ശിക്ക് അല്ലെങ്കിലേ ദേഷ്യാണല്ലോ, തെണ്ടണം. ഇവളുടെ കൈയും പിടിച്ചുകൊണ്ട് നാട് നീളെ തെണ്ടണം, അച്ഛനും അമ്മയും കൂടെ. അമ്മേ, അപ്പൊ മുത്തശ്ശി പറയും, തന്തയും തള്ളയും ഇല്ലാത്തവൾ കൈ നീട്ടുമ്പോ ആളുകൾ നിറച്ചു തരും, അതുകൊണ്ട് സുഖമായിട്ട് ഉണ്ണാം ഇനി എല്ലാവർക്കും. എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നേ? മുത്തശ്ശി പറയും, കണ്ടെത്തി കൊണ്ടുവന്നപ്പോ തന്നെ കൊണ്ടു കളയാൻ പറഞ്ഞതല്ലേ ഞാൻ രണ്ടാളോടും. അന്ന് എന്നെ നിഷേധിച്ചു, മാറി മാറി നെഞ്ചിലിട്ട് വളർത്തി. തിരിച്ചറിയുന്ന പ്രായത്തിലെ അനാഥയാണെന്ന് ഞാൻ ഇവളെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോ രണ്ടുപേരും കൂടി അന്ന് എന്നോട് എന്താ പറഞ്ഞേ? ഞങ്ങളുടെ കുഞ്ഞിന്റെ ഹൃദയം അമ്മ തകർത്തല്ലോന്ന് അല്ലേ? ഇപ്പോഴോ വളർന്നു വളർന്ന് അച്ഛന്റെയും അമ്മയുടെയും നെഞ്ചിൽ തന്നെ ചവിട്ടിയില്ലേ? ഷെടാ, ഇനിയെങ്കിലും കണ്ണു തുറന്ന് ലോകം ഒന്ന് കാണാൻ ബോധത്തോടെ ചിന്തിക്കേ. എവിടെയെങ്കിലും കൊണ്ടുപോയി ചവിട്ടി താഴ്ത്തടാ ഇതിനെ. അട്ടയെ പിടിച്ച് മെത്തേ കെടുത്താൻ പാടില്ല. അത് ഇവളോട് പോലുള്ളവരെ, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ അഭിമാനം തകർത്തു, വരുമാനം ഇല്ലാതാക്കി. എന്നിട്ട് ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക അവളെ, പടുമരം പോലെ എന്നൊക്കെ ഇങ്ങനെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടാ അവരവിടെ നിന്ന് പോകുന്നത്. രാധിക ഇങ്ങനെ സങ്കടത്തോടു കൂടി കരയുമ്പോ അച്ഛൻ പതിയെ തലോടിക്കൊണ്ട് പറയും, മനസ്സ് നൊന്തൂന്ന് അച്ഛനറിയാം, പക്ഷേ തകർന്നു പോയ അച്ഛന്റെ മനസ്സിന് ഒരു സമാധാന വാക്കില്ലാതായി പോയല്ലോ മോളെ. ഇത് കേൾക്കുമ്പോ രാധികയ്ക്കൊന്നുകൂടെ സങ്കടാവാണേ. അത്രയും പറഞ്ഞ് അങ്ങേരെ അവിടുന്ന് പോവാണേ. അച്ഛാ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നിൽക്കുന്നില്ല. പിന്നാലെ യശോദയും പോവാ. അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്ന രാധികയെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് കഴിയുന്നത്. പിന്നെ അവസാന ഭാഗത്ത് ആനന്ദ നിലയത്തില് ശ്യാമ ഇങ്ങനെ റൂമിലിരിക്കുമ്പോ ശ്യാമയെന്ന് വിളിച്ച് അമൃത വരുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് പൂർണ്ണമായി കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്